Hi friends, welcome back. ഇന്ന് നമുക്ക് തലശ്ശേരി സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് നെയ്യും നെല്ലുമൊക്കെ ഉള്ള ബീഫ് എടുക്കുകയാണ് ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ എല്ലുള്ള ബീഫ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യുള്ള എല്ലില്ലാത്ത പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ എല്ലുള്ള പീസ് കിട്ടുകയാണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഞാൻ വലിയ പീസായിട്ട് തന്നെ മുറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുക നോക്കാം. ആദ്യം നമുക്ക് ബീഫ് മസാല തയ്യാറാക്കാം. ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് കേട്ടോ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, അതായത് ബിരിയാണി മസാല, അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഇതിലേക്ക് തലശ്ശേരി ബിരിയാണി മസാലയാണ് ചേർത്തിരിക്കുന്നത്. അത് ബീഫ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇനി കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കണം. അതെന്താണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 5 പച്ചമുളക്, 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതായത് വെളുത്തുള്ളിയുടെ അത്ര തന്നെ ഇഞ്ചി എടുത്തിരിക്കുന്നു. ഇത് 3ഉം ഇനി നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 3 സവാള നേരിയതായി അരിഞ്ഞതാണിത്, അത് ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ഇവ രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ബിരിയാണിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണ് നല്ലത്, കൂടുതൽ ടേസ്റ്റ് അതാണ്. ഇപ്പോൾ ഉള്ളി കുറച്ചൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് കല്ലുണ്ടെങ്കിൽ കല്ലിൽ തന്നെ ചതച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ പിന്നെ മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ച് ചതച്ചെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്തതിന് ഒരു പച്ചമുളക് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തത്, പിന്നെ 1 പിടി മല്ലിച്ചപ്പ്, അതിൻ്റെ പകുതി പുതിന, ഇവ 3ഉം ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവ 3ഉം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നേരത്തെ കുറച്ച് ഉപ്പ് നമ്മൾ ബീഫിന് ചേർത്തതാണ്, അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, ഈ തക്കാളി ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. തക്കാളി ഒന്ന് നന്നായി വഴന്ന് കിട്ടട്ടെ. ഇപ്പോൾ തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാനിത് ഈ പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നത്, കുക്കറിലല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിക്കാം. ഇപ്പോൾ ബീഫ് ചേർത്ത് വഴറ്റി ബീഫൊക്കെ ഒന്ന് ഇങ്ങനെ വേറിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒട്ടും ചേർക്കരുത്. നമുക്ക് മസാല ഗ്രേവി വന്ന് നല്ല തിക്കായിട്ടാണല്ലോ വേണ്ടത്.
അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ, ഈ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് വെന്തോളും. ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. ചെറിയ തീയിൽ വേകുമ്പോഴാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുന്നത്. ബീഫ് നന്നായൊന്ന് വെന്ത് വരട്ടെ. ഇറച്ചിയോടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. അതിന് മുന്നേ ആയിട്ട് ഇത് ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളി ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ചെറിയ തീയിൽ വേണം വെക്കാൻ. കളർ മാറി തുടങ്ങുമ്പോൾ തീ കൂട്ടി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ബ്രൗണായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ ആകുമ്പോൾ തന്നെ കോരി എടുക്കണം. അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ഇത് കോരി വെച്ചാൽ അവിടെ കിടന്ന് ക്രിസ്പി ആയിക്കോളും. ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ കോരി എടുക്കണം. ഇനിയും വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അതിൻ്റെ കളറാകെ മാറിപ്പോകും. കോരി എടുക്കുമ്പോൾ ടിഷ്യൂ പേപ്പറിൽ വെക്കാതെ ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് വെച്ചാൽ കൂടുതൽ നന്നായിരിക്കും. ടിഷ്യൂ പേപ്പറിൽ വെച്ചാൽ കുറച്ച് തണുത്ത് പോകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. കണ്ടോ, ഇപ്പോൾ ഇത് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് കോരിയെടുക്കണം. കുറച്ചുകൂടി വൈകിയാൽ ഇത് കറുത്തു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് പിസ്ത, അതായത് ഫ്രൈഡ് ഓണിയൻ. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് വലിയ മുന്തിരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കത് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വലുതെടുത്തത്. നിങ്ങൾക്ക് ചെറുതാവേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ ഉള്ളി പൊരിച്ചിരുന്ന എണ്ണയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ ഉള്ളി പൊരിച്ച എണ്ണക്ക് നല്ലൊരു ഫ്ലേവറാണ്. അത് റൈസിൽ ഒഴിക്കുമ്പോൾ വളരെ നല്ലതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും 4 ടേബിൾ സ്പൂൺ ഉള്ളി പൊരിച്ച എണ്ണയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 കഷ്ണം പട്ട, 1 തക്കോലം, 4 കറാമ്പൂ, 1 ബേ ലീഫ്, 5 ഏലക്ക, 1 ജാതിപത്രി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അരി ചേർത്തതിന് ശേഷം അതൊന്ന് വറുത്തെടുക്കുക. ഈ അരി ഞാൻ നന്നായി വാഷ് ചെയ്ത് 5 മിനിറ്റ് കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശരിക്കും 1 കിലോ ബീഫിലേക്ക്
1 കിലോ അരി തന്നെ എടുക്കാം. ഞാനിവിടെ 3 കപ്പാണ് എടുത്തത്. നിങ്ങളുടെ ഈ അരി ഇല്ല എങ്കിൽ ബസുമതി റൈസ് ഉപയോഗിക്കാം. പക്ഷേ ഈ അരിയാണ് ഈ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ അരി ഒന്ന് കുറവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം വേണം ചേർക്കാൻ. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ ബിരിയാണിയിൽ കറക്റ്റായിട്ട് ഉപ്പുണ്ടാവൂ. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിന, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ മുകളിൽ പൊങ്ങി കിടക്കുന്ന മസാലകളൊക്കെ മാറ്റി കൊടുക്കുക. ബിരിയാണി കഴിക്കുന്ന നേരത്ത് അത് കടിക്കുമ്പോൾ ഒരു സുഖമുള്ളതല്ല. ഇനി ഒരു ഫോർക്ക് വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. റൈസ് ഇത്രയും വെന്താൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റ് വേവാണ്. ഇനി ദമ്മ് കിടന്ന് ഒന്നുകൂടി വേവും. സാധാരണ തലശ്ശേരി ബിരിയാണിക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് റോസ് വാട്ടറും കൂടി ഇതിലേക്ക് ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഗ്രേവി ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ തിക്കായിരിക്കണം. കുറച്ച് ഫ്രൈ ഓണിയൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ദമ്മിടുന്നത്. ഈ മസാലയുടെ മുകളിലേക്ക് ചോറ് പകുതി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്നിങ്ങനെ നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളി കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിന, അതിന് ശേഷം കുറച്ച് ഗരം മസാല ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് തെളിച്ച് കൊടുക്കണം. ഇത് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ തരും. കുറച്ച് ഇങ്ങനെ തെളിച്ച് കൊടുക്കുക. അത്രയും മതി. അതിനുശേഷം കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഉള്ളി പൊരിച്ച എണ്ണ ഏതായാലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. ഇപ്പോൾ റൈസെല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ച് ഇതൊന്നിങ്ങനെ കുത്തി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഉള്ളി പൊരിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില വിതറി കൊടുക്കുക. പിന്നെ കുറച്ച് പുതിന ഇല കൂടി വിതറി കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടി പൈനാപ്പിൾ എസൻസ് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടി ഗരം മസാല വിതറി കൊടുക്കുക. ഇനി ഇത് ആവി പോകാത്ത വിധം മൂടി വെക്കണം. ഒന്നുകിൽ ഫോയിൽ കൊണ്ട് ഇവിടെ കവർ ചെയ്യണം. അതല്ല എങ്കിൽ ആട്ടമാവോ മൈദമാവോ കുഴച്ച് ഇതിൻ്റെ മൂടിയുടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ആവി ഒട്ടും പുറത്തേക്ക് പോകില്ല. ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഈ പാത്രത്തിൻ്റെ മൂടിക്ക് ഇങ്ങനെ ഒരു വാഷർ ഉള്ളതുകൊണ്ട്, ഇതുപോലത്തെ ഒരു വാഷർ ഉള്ളതുകൊണ്ട് ഒട്ടും ആവി പുറത്ത് പോകില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ അടച്ചു വെക്കുകയാണ്. ഇങ്ങനെ 15 മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്യുക.
15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടി വെച്ചിട്ട് വേണം തുറക്കാൻ. അപ്പോഴേക്ക് ബിരിയാണി റെഡി ആയി കാണും. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ദമ്മിടാനെടുത്ത പാത്രം നല്ല അടി കട്ടിയുള്ളതാണ്, പിന്നെ നോൺ സ്റ്റിക്കുമാണ്. ഇതിൽ അടി പിടിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദം ചെയ്യാൻ നേരിട്ട് അടുപ്പിൽ വെച്ചത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പഴയ പാൻ എന്തെങ്കിലും വെച്ച് അതിന് മുകളിൽ ബിരിയാണി ചെമ്പ് വെക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ കാണിക്കാൻ മറന്നു പോയതാണ്, അത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇത് ദമ്മാവട്ടെ. ഇനി നമുക്ക് ബിരിയാണി തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. തുറന്നപ്പോൾ തന്നെ നല്ല മണമാണ് കിട്ടുന്നത്. കഴിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പം തന്നെ. ഇനി ഇതിൻ്റെ മുകളിലുള്ള ചോറൊന്ന് മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതെങ്ങനെ സെർവ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഈ ചോറ് വെച്ച പാത്രത്തിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. ഇപ്പോൾ മസാല തെളിഞ്ഞ് കാണാൻ തുടങ്ങി. ഇനി ഇത്രയും കോരി എടുത്താൽ മതി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ആദ്യം ഒരു ഭാഗത്തു നിന്ന് കുറച്ച് മസാല കോരിയിട്ട് പാത്രത്തിലേക്ക് ഇടുക. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് അത്യാവശ്യം ബീഫും വേണം. പിന്നെ ഇതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാം. ചോറ് കോരിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇത് കമിഴ്ത്താം. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ബിരിയാണി മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ഞാനിതിൽ കാണിച്ചിട്ടില്ല. വീഡിയോ ലെങ്തി ആയതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ കാണിക്കാം. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വേറെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.